നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരെ സമാപിച്ച T20 പരമ്പരയിൽ വൻ ഫ്ലോപ്പായി മാറിയെങ്കിലും മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണ് ഇന്ത്യൻ ടീമിലെ സ്ഥാനം നഷ്ടമായിക്കില്ല എന്ന പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സഞ്ജു സാംസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന പരമ്പരകളിൽ ഒന്ന് തന്നെയായിരിക്കും ഇത്. കാരണം ഒരു അർദ്ധ സെഞ്ചുറി പോലുമില്ല. മാത്രമല്ല 5 മത്സരങ്ങൾ കളിച്ചിട്ട് 3 അക്കത്തിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യവും സഞ്ജുവിന് ഉണ്ടായിട്ടുണ്ട്. 30+ സ്കോറുകൾ പോലും പരമ്പരയിൽ താരം നേടിയിട്ടില്ല എന്നതാണ് ആശ്ചര്യകരമായ കാര്യം. പക്ഷേ ഈ പരമ്പരയിലെ ഫ്ലോപ്പ് ഷോയുടെ പേരിൽ മാത്രം സഞ്ജുവിന്റെ കീട്ട് കീറുകയില്ല എന്നാണ് അറിയുന്നത്. മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. പരമ്പരയ്ക്ക് ശേഷം സ്റ്റാർ സ്പോർട്സുമായി ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഞ്ജു T20 ടീമിൽ തുടർന്നേക്കുമെന്ന വമ്പൻ സൂചന തന്നെയാണ് ഗംഭീറിന്റെ വാക്കുകൾ നൽകിയിരിക്കുന്നത്. സഞ്ജു സാംസൺ മാത്രമല്ല, ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഈ പരമ്പരയിൽ ബാറ്റിംഗിൽ ദയനീയ പരാജയമായി മാറിയിരുന്നു. മലയാളി താരത്തെക്കാൾ പരിതാപകരമായിരുന്നു സൂര്യയുടെ പ്രകടനം. പക്ഷേ ഈ പരമ്പരയിലെ പ്രകടനം മാത്രം വിലയിരുത്തി ആരെയും ഒഴിവാക്കാൻ തനിക്ക് പറ്റില്ല എന്നാണ് ഗൗതം ഗംഭീർ പറയുന്നത്. ചില സമയങ്ങളിൽ കളിക്കാൻ വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞേക്കാം. താരങ്ങൾ ചിലപ്പോൾ മോശം സമയത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയും വന്നേക്കാം. പക്ഷേ അവിടെയാണ് ടീം മാനേജ്മെന്റ് കടന്നു വരുന്നത്. തങ്ങൾ അവരെ പിന്തുണയ്ക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും നിർഭയരായിരിക്കുക എന്നതാണ് തങ്ങളുടെ മന്ത്രമെന്നും ഗംഭീർ വ്യക്തമാക്കുകയായിരുന്നു. ഉയർന്ന റിസ്ക്കുള്ള ഗെയിം കളിക്കുമ്പോൾ പരാജയത്തിനുള്ള സാധ്യതയും കൂടുതലാണെന്നും ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തുടർന്നും ഇതേ സമീപനമായിരിക്കും ഇന്ത്യൻ ടീം പിന്തുടരുകയെന്നും ഗംഭീർ പറഞ്ഞു. സഞ്ജുവിന്റെ കാര്യമെടുത്താൽ 5 കളിയിലും അഗ്രസീവായി തന്നെയാണ് സഞ്ജു ബാറ്റ് ചെയ്തത്. ഇംഗ്ലണ്ടിന്റെ ലോകോത്തര പേസ് നിരക്കെതിരെ ആക്രമണോത്സുക ഷോട്ട് കളിക്കാൻ ശ്രമിച്ചാണ് സഞ്ജു പുറത്തായത്. ഗംഭീറിന് വേണ്ടതും ഇത്തരത്തിലുള്ള നിർഭയമായ ഗെയിം തന്നെയാണ്. അതിനാൽ അടുത്ത T20 പരമ്പരയിലും സഞ്ജു തീർച്ചയായും ടീമിൽ സ്ഥാനം നിലനിർത്താൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതിനു മുൻപ് ഈ പരമ്പരയിലൂടെ തുറന്നു കാണിക്കപ്പെട്ട പുതിയ വീക്ക്നെസ് സഞ്ജു പരിഹരിക്കേണ്ടതുണ്ട്. 5 മത്സരത്തിലും ശരീരത്തിന് നേരെ വന്ന 140 കിലോമീറ്റർ അധികം വേഗതയുള്ള ഷോർട്ട് ബോളുകൾക്കെതിരെ പുൾ ഷോട്ടിന് ശ്രമിച്ചാണ് സഞ്ജു പുറത്തായത്. ഈ വീക്ക്നെസ് പരിഹരിക്കുന്നതായിരിക്കും ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്ക് മുൻപ് കഴിഞ്ഞ വർഷം അവസാനത്തോടെ കളിച്ച 2 T20 പരമ്പരകളിലും മിന്നുന്ന പ്രകടനമായിരുന്നു സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ കന്നി T20 സെഞ്ചുറി കണ്ടെത്തിയ സഞ്ജു ടോപ്പ് സ്കോററായി മാറിയിരുന്നു. ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കയിൽ 4 T20കളുടെ പരമ്പരയിലാണ് സഞ്ജു കളിച്ചത്. ആദ്യ മത്സരത്തിൽ തന്നെ തകർപ്പൻ സെഞ്ചുറിയുമായി തുടങ്ങിയ സഞ്ജു 4ാമത്തെയും അവസാനത്തെയും കളിയിൽ മറ്റൊരു സെഞ്ചുറി കൂടി കണ്ടെത്തുകയും ചെയ്തു. ഈ പ്രകടനത്തിൽ നൽകിയ ആത്മവിശ്വാസത്തിലാണ് സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങിയത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത പ്രകടനം നടത്താൻ സാധിക്കാതെ പോയി. 5 ഇന്നിംഗ്സുകളിൽ നിന്നും 10.20 എന്ന ദയനീയ ശരാശരിയിൽ നേടാനായത് വെറും 51 റൺസ് മാത്രം. ആദ്യ മത്സരത്തിലെ 26 റൺസാണ് ഉയർന്ന സ്കോർ. തുടർന്നുള്ള മത്സരങ്ങളിൽ 5, 3, 1, 16 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോറുകൾ. ഒരു മത്സരത്തിലും പവർ പ്ലേക്ക് അപ്പുറം ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് സാധിച്ചതുമില്ല.